BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കേരള പോലീസ് വെബ്സൈറ്റ് തകരാറിൽ ഓൺലൈൻ ഫയൽ കൈമാറ്റം നിലച്ചു, ഹാക്ക് ചെയ്തതായി സംശയം. കേരള പോലീസ് വെബ്സൈറ്റ് തകരാറിൽ ഓൺലൈനായുള്ള ഫയൽ കൈമാറ്റം നിലച്ചു, ഹാക്ക് ചെയ്തതായി സംശയം. അയാപ്സ് എന്ന സോഫ്റ്റ്വെയറാണ് തകരാറിലായത്. കെൽട്രോണിന്റെ സഹായം തേടി പോലീസ് സേനയ്ക്കുള്ളിലെ ഔദ്യോഗിക ആപ്പാണ് തകരാറിലായത്. വെബ്സൈറ്റ് തിരിച്ചെടുക്കുവാനുള്ള സാങ്കേതിക സഹായങ്ങൾ കെൽട്രോൺ ലഭ്യമാക്കി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദം പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കുവാൻ പ്രതിപക്ഷം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കുവാൻ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനം ഇല്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത്. ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ ലംഘനം ഇല്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ ചുമതല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുക മാത്രമാണെന്നും വ്യക്തമാക്കിയതിലൂടെ കരാർ ലംഘനം ഇല്ലെന്ന് സ്ഥാപിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അശാന്തം പശ്ചിമേഷ്യ. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാൻ ആക്രമണം. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാൻ ആക്രമണം. ബഹ്റൈനിൽ അപായ സൈറൺ മുഴങ്ങി. ആക്രമണം നേരിടുന്നതായി കുവൈറ്റ് അറിയിച്ചു. നിരവധി തവണ അപായ സൈറൺ മുഴങ്ങിയതായാണ് റിപ്പോർട്ട്. രാവിലെയാണ് ആക്രമണം ഉണ്ടായത്. അമേരിക്ക ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ആക്രമണം നടത്തിയത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണം പ്രതിരോധിച്ചതായാണ് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവം കേരളത്തിൽ കേസെടുത്ത് പോലീസ്. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യും. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിൽ കേസെടുത്ത് പോലീസ്. കൊല്ലപ്പെട്ട ആലപ്പുഴ സ്വദേശി സാവറിയ ബസന്തിന്റെ മൃതദേഹം ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യും. പെൺകുട്ടിയുടെ സഹപാഠിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ സാദറുൽ അനം നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഖമനയുടെ സംസ്കാരം ഇന്ന്. ചടങ്ങുകൾ വിശുദ്ധ നഗരമായ മഷ്ഹദിൽ. മുജ്തബ ഖമനയി എത്തുമോ? ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം ഇന്ന്. ഒരാഴ്ച നീണ്ടുനിന്ന വിലാപയാത്രകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കും ഒടുവിൽ ഇറാനിലെ വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഫെബ്രുവരി 28-ന് ഇസ്രായേലും യുഎസും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖമനയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അയോധ്യയ്ക്ക് പിന്നാലെ മധ്യപ്രദേശിലെ പ്രശസ്തമായ ബഗ്ലാമുഖി ക്ഷേത്രത്തിലും കോടികളുടെ ഫണ്ട് തട്ടിപ്പാരോപണം. മധ്യപ്രദേശിലെ ക്ഷേത്രത്തിലും സാമ്പത്തിക ക്രമക്കേട് ആരോപണം. BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ പ്രശസ്തമായ മാ ബഗ്ലാമുഖി ക്ഷേത്രത്തിലും കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉയരുന്നു. സംഭാവനകൾ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നതായി പരാതി. മധ്യപ്രദേശിലെ അഗർമാൽവ ജില്ലയിലുള്ള ക്ഷേത്രത്തിൽ ഭക്തർ നൽകുന്ന പണവും സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും തട്ടിയെടുക്കുവാൻ സമാന്തരമായ ഒരു സ്വകാര്യ സമിതി പ്രവർത്തിച്ചിരുന്നു എന്ന പരാതിയിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ പ്രീതി യാദവ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ഹാർഡ് ബോൾ. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെത്തി വിവരങ്ങൾ തേടി. ക്രിമിനൽ സംഘങ്ങൾക്കെതിരായ ഓപ്പറേഷൻ ഹാർഡ് ബോൾ ദൌത്യത്തിന് മുൻപായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെത്തി വിവരങ്ങൾ തേടി. വിവിധ കേന്ദ്ര ഏജൻസികളുമായി US സംഘം കൂടിക്കാഴ്ച നടത്തി. അമേരിക്ക അടക്കം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ പട്ടിക ഇന്ത്യ കൈമാറി. ലോറൻസ് ബിഷ്നോയ്, ഗോൾഡി ബ്രാർ എന്നിവരെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ചതായി റിപ്പോർട്ട്. US അടക്കം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ പട്ടിക ഇന്ത്യ കൈമാറി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.